ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം എനിക്ക് സങ്കടം അതേപോലെ തന്നെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, തമ്മിൽ കണ്ട പോലെ തന്നെ ഞങ്ങളിന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 5:30-6 മണി ആ ടൈമിലാണ് എയർപോർട്ടിലേക്ക് പോവുക. കാരണം ഇവിടെ അടുത്താണല്ലോ എയർപോർട്ട്. അപ്പോൾ ആ ടൈമിലാക്കാൻ പോവുക. അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ജൂലൈ 15-നാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇനിയും ഒരു വർഷത്തെ വിസ ബാക്കിയുണ്ട്. നാട്ടിലേക്ക് പോകുന്നു എന്നുള്ള സന്തോഷം എനിക്കുണ്ടെങ്കിലും പിന്നീട് തിരിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഞാനൊരു 6 or 7 മന്ത് കഴിഞ്ഞിട്ടാകാൻ തിരിച്ച് ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. 20 to 25 മിനിറ്റ് ആണ് ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരം കേട്ടോ. ഞാൻ എപ്പോൾ ഈ വഴി വന്നാലും ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന ആ ഒരു മെമ്മറീസൊക്കെ കേട്ടോ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരിക. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ കടൽ കാര്യമായിട്ട് കാണാം കേട്ടോ. കാരണം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ ഈ ബാക്കിയുള്ള ഏരിയകളൊക്കെ ഇങ്ങനെ കടലായിരിക്കും. ഇവിടുത്തെ പുറം കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റായിട്ട് എനിക്ക് മെയിൻറ്റിക്ക് വന്ന കാര്യം, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയതാട്ടോ. അത് ഫസ്റ്റ് ടൈം വരുന്നതും പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു രാജ്യത്തേക്ക് ഫസ്റ്റ് ആയിട്ടില്ല വരുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എങ്ങനെയാണ് എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ത്രില്ലിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അതൊക്കെയാണ് മെയിൻറ്റിക്ക് ഇങ്ങനെ വരുന്നത്. അത് ഞാൻ ഒറ്റ കട്ട വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ഒരു കൊല്ലം പെട്ടെന്നായ പോലെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അകത്തോട്ട് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ടെൻഷനുണ്ട്, വേറെ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടാളെ ഹാൻഡ് ബാഗിലും മെൻഷൻ ചെയ്തിട്ടുള്ള തൂക്കത്തിനേക്കാളും കൂടുതലാണ് ഉള്ളത്. ഒരു 4-5 കിലോ തന്നെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് ഒരു പുറത്തെടുക്കാൻ പറയുമോ എന്തൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഇതിലാണ് ഞങ്ങൾ രണ്ടാളും പോകുന്നത് തന്നെ. ഞങ്ങൾ ഇത്തിഹാദ് എയർവേസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് എയർ അറേബ്യയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ഇവർ കിലോ കൂടിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്തൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞു നോക്കാം എന്നുള്ള ഒരു ഇത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത്തിഹാദ് എയർവേസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ഒരു തൂക്ക് നോക്കട്ടോ. ഞങ്ങൾ ഓൾറെഡി അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഹാൻഡ് ബാഗിൽ ഇത്ര കിലോ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ടെൻഷനിലാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് വെയിറ്റിംഗ് ഏരിയക്ക് പോവാണ് കേട്ടോ. ഈ അബുദാബി എയർപോർട്ട് ഏറ്റവും നീളം കൂടിയ എയർപോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരുപാടായി നടക്കാൻ തൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വെയിറ്റിംഗ് ഏരിയയിൽ ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നടന്ന് സത്യം പറഞ്ഞാൽ കാലിന് വേദന എടുക്കാൻ തൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നടന്ന് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡ് ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. വന്നിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ സമയം ഏകദേശം 7:45 ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗറാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് മാതിരി കേട്ടോ. ഇതെനിക്ക് കിട്ടിയത്, പിന്നെ ഹസ്ബൻഡിന് കിട്ടിയത് ഒരു ട്രക്ക് കേട്ടോ. എന്തായാലും രസമുണ്ട് കാണാൻ, ക്യൂട്ടാണ്. ഓക്കെ. അങ്ങനെ ഏറെ സമയത്തിന് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ രണ്ടാളുടെ ആദ്യത്തെ ഫസ്റ്റ് ടൈം ഒരുമിച്ചിട്ടുള്ള വിമാനയാത്രയാണ് കേട്ടോ ഇത്.
അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ വന്നിരുന്നിട്ടോ. എനിക്ക് വിൻഡോ സീറ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ വിൻഡോ സീറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷണം നോക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസും ചിക്കനും, പിന്നെ അതെന്തോ പരിപ്പ് കറിയാണ് എന്തോ പോലെ കേട്ടോ. പിന്നെ ഇത് വന്നിട്ടൊരു ഗുലാം ജാമിൻ്റെ ഒരു എന്താണ് കസ്റ്റാർഡാണോ എന്തറിയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു കടലൊക്കെ ഇട്ടിട്ടൊരു സലാഡ് മാതിരി ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ബെന്ന്, അതിലേക്കുള്ള ബട്ടർ, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയാട്ടോ വരുന്നത്. എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല ഞാൻ വന്നത്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഈ മാസം വരും എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ എന്നാണ് വരുന്നതെന്നൊന്നും അവർക്കറിയില്ല. ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ട്രോളി എടുക്കാൻ വേണ്ടിങ്ങാണ്ട് വന്ന് കേട്ടോ.